ബേസിക്കലി ടെസ്റ്റ് സീരീസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. UPSC-ക്ക് ഞാൻ പറഞ്ഞു വന്ന മെയിൻസിനാണെങ്കിലും പ്രിലിംസിനാണെങ്കിലും ടെസ്റ്റ് സീരീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ ചെയ്തെത്തിക്കുക എന്നുള്ളത് ഒരു സ്ട്രെസ്സിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു എക്സാമിനെ നേരിടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പരീക്ഷ സ്ഥലങ്ങള് എല്ലാം നമുക്ക് അത്രയും കൺഡ്യൂസീവ് ആയിട്ടുള്ള സ്ഥലമായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 1-1.5 മണിക്കൂറോ ഒക്കെ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ ഉള്ള ഒരാളാണ്. എന്റെ വീട് ട്രിവാൻഡ്രത്ത് പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ എന്റെ എക്സാം നെയ്യാറ്റിൻകരയിലായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്താനുണ്ടായിരുന്നു. സോ നമുക്ക് അതിരാവിലെ എണീറ്റ് പോയി. അപ്പൊ വിൽ ബി ടയേർഡ്. 2 എക്സാംസ് ആണ് ഉള്ളത്. സോ ആ ഒരു എക്സാം ഹാളിൽ നമ്മളൊരു മൈൻഡ് സെറ്റ് ആദ്യമായിട്ട് കയറുന്ന ടൈമിൽ ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഗ്രേറ്റ്. ഇപ്പൊ നമ്മൾ സീരീസ് എഴുതുവാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ആൻഡ് നമ്മളെ ഒരു രീതി ഓഫ് ട്രാക്കിംഗ് ദ എക്സാം കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കൂടാതെ പഠിച്ചാലും പഠിച്ചില്ലേലും പരീക്ഷ എഴുതുക. കാരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തെറ്റ് പറ്റുമ്പോഴായിരിക്കും നമുക്ക് ഒരു തിരുത്തൽ ഉണ്ടാവുക. നമ്മളൊരു ടെസ്റ്റ് സീരീസ് എഴുതുന്നു, നമുക്ക് കാര്യങ്ങളൊക്കെ തെറ്റുന്നു. ആ തെറ്റുന്ന കാര്യം നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് നോക്കുന്നു. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് എക്സാമിന് ഒരു ഇൻഫർമേഷൻ ആയിട്ട് വരിക. അപ്പോ പഠിക്കാതെ എഴുതണം അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ എഴുതണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നിരുന്നാലും ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഒരു 15 ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇന്നാണ് എക്സാം, നാളെ എഴുതാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് പൂജ്യം കിട്ടുവാണെങ്കിൽ ആ എക്സാം എഴുതുക. സോ ദാറ്റ് ഹാസ് 2 things. ഒന്ന്, ഇറ്റ് ഗിവ്സ് എ മോട്ടിവേഷൻ ഫോർ യു ടു ലേൺ, പ്രിപ്പയർ ആൻഡ് ലേൺ ഫോർ ദി നെക്സ്റ്റ് എക്സാമിനേഷൻ. 2, തെറ്റിൽ നിന്നായിരിക്കും നമ്മൾ കൂടുതൽ ശരികൾ പഠിച്ചെടുക്കുക. അത് കാരണം നമ്മൾക്ക് ആ ഒരു എവിടെയാണ് തെറ്റുന്നത്, എന്തുകൊണ്ട് ഇത് തെറ്റെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തന്നെ നമുക്കൊരു ഉത്തരവായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം, അതുപോലെ തന്നെ എക്സാം ഹാളിലെ സ്ട്രെസ്, എക്സാമിന്റെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മളൊരു ഒരു എക്സാമിലേക്ക് പോകേണ്ടത്. അതായത് റൗണ്ട് 1 റീഡിങ്, റൗണ്ട് 2 റീഡിങ്, റൗണ്ട് 3 റീഡിങ്. നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന ഒന്നും മിസ്സാവാതെ നമുക്ക് എങ്ങനെ അത് കറക്ഷനിലേക്ക് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് ഇപ്പൊ റൗണ്ട് 1 പോകുമ്പോഴത്തേക്ക് നമുക്ക് 100 അല്ലെങ്കിൽ 90% ഉറപ്പുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കുന്നു. റൗണ്ട് 2 നമുക്കൊരു 75 മുതൽ ഒരു 65 വരെ ശതമാനം സംശയമുള്ള കാര്യം, 3-ാമത്തെ റൗണ്ടിൽ ഒരു 50% ഉള്ളത്, ലാസ്റ്റ് റൗണ്ട് നമുക്ക് ഒന്നും അറിയത്തില്ല, കറക്കി കുത്താം എന്നുള്ള രീതിയിൽ. സോ ആ ഒരു എങ്ങനെയാണ് നമുക്കൊരു എക്സാമിനെ എഴുതാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദെൻ ടെസ്റ്റ് സീരീസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അത് പല ലെവലിലായിരിക്കും എക്സാം വരിക.